ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു മത്തിച്ചോറ് ഉണ്ടാക്കാം. അതിനുവേണ്ടി കുഞ്ഞു മത്തിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിലേക്ക് മുളക് പൊടി, മീൻ മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇവ ചേർത്ത് മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾക്കൊരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് സൺഫ്ലവർ ആഡ് ചെയ്ത ശേഷം അതിൽ മീൻ ഇട്ട് കൊടുക്കുക. അത് നന്നായിട്ട് ഫ്രൈ ആക്കി മാറ്റി വെക്കുക. അതിനുശേഷം നമ്മളൊരു കുക്കർ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് സൺഫ്ലവറാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഏലക്ക, കറുവപ്പട്ട ഇവയിട്ട് നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. നല്ലവണ്ണം ഇളക്കി മൂപ്പിച്ച ശേഷം അതിലേക്ക് നമ്മൾ സവാളയാണ് ഇട്ട് കൊടുക്കേണ്ടത്. സവാളയും അതുപോലെ നല്ലവണ്ണം മൂത്ത ശേഷം നമ്മൾ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അവയെ നല്ലവണ്ണം മൂപ്പിച്ച ശേഷം അതിലേക്ക് തക്കാളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. തക്കാളിയും ഇട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം അത് ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ഗരം മസാല, മുളക് പൊടി, കുരുമുളക് പൊടി എന്നിവ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലവണ്ണം തിളക്കുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ കഴുകി വെച്ച റൈസാണ് ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇട്ട് കൊടുത്ത ശേഷം അത് നമ്മൾ അടച്ച് വെക്കുക. അടച്ച് കൊടുത്ത ശേഷം ഒരു വിസിലടിക്കുക. എന്നിട്ട് 20 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന ശേഷം നമ്മളതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച മത്തിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. മത്തി ഇട്ട് കൊടുത്ത ശേഷം നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മളതിലേക്ക് മല്ലിച്ചപ്പ്, പുതിനയില ഇവ ഇട്ട് കൊടുക്കുക. അങ്ങനെ മത്തിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതിന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.